വടകരയിലെ ലഹരിക്കടത്ത് കേസിൽ മൂന്നാമത്തെ അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ നീഷ്മയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ BRCയിലെ അധ്യാപികമാരായ KC കീർത്തന, കാവ്യ എന്നിവരെ ലഹരി കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ മൂന്നുപേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് കണ്ടെത്തിയതായി വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശൻ പറഞ്ഞു. വടകരയിൽ കഴിഞ്ഞ ജൂൺ മാസം അവസാനം റിപ്പോർട്ട് ചെയ്ത MDMA കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു അധ്യാപിക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. റിയാസ് KMR ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും അധ്യാപകരാണ്, കുട്ടികൾക്ക് വഴികാട്ടിയാകേണ്ടവരാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ അധ്യാപികയാണ് പിടിയിലാകുന്നത്. ഈ ഒരു കേസിൽ ഇനിയും പ്രതികൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? എന്തായാലും വടകരയിലെ ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ അധ്യാപിക കൂടി അറസ്റ്റിലായിരിക്കുന്നത്. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ നിഷ്മയെയാണ് ഇപ്പോൾ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അധ്യാപികരായ KC കീർത്തനയും കാവ്യയും എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരി കേസുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് കണ്ടെത്തിയതായാണ് വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശന്റെ പ്രതികരണത്തിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് പിന്നിൽ ഇനിയും ആളുകൾ ഉണ്ടോ എന്നൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ മൂന്നാമത്തെ അധ്യാപിക കൂടി അറസ്റ്റിലായ സാഹചര്യത്തിലാണ് ഇനിയും ഇതിന്റെ പിന്നിൽ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഇനിയും കണ്ണികളുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. റിയാസ് KMR ഉണ്ട്. റിയാസ്, എന്തായാലും ഇത് മൂന്നാമത്തെ അധ്യാപികയാണ് അറസ്റ്റിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇനിയും ഇതിന്റെ പിന്നിൽ പ്രതികൾ ഉണ്ട് എന്നൊരു സംശയത്തിലാണോ പോലീസ് ഉള്ളത്? എങ്ങനെയാണ് വിവരങ്ങൾ? വലിയ ഞെട്ടൽ എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. മൂന്നാമതും ഒരു അധ്യാപിക ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നു എന്ന് പറയുമ്പോൾ കേരളം തന്നെ ഞെട്ടിത്തരിക്കുന്ന ഒരു സംഭവമാണ്. എന്ത് പറ്റി നമ്മുടെ ഈ നാടിന് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. വടകരയിൽ അതും പേരാമ്പ്ര BRCക്ക് കീഴിലെ മൂന്നാമത്തെ അധ്യാപികയാണ് ഇപ്പോൾ നീഷ്മ എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശിനി അറസ്റ്റിലായിരിക്കുന്നത്. തുടക്കത്തിൽ KC കീർത്തന എന്ന മരുതോങ്കര സ്വദേശിനിയായിട്ടുള്ള പേരാമ്പ്ര BRCയിലെ കായിക അധ്യാപികയായിട്ടുള്ള KC കീർത്തനയായിരുന്നു ആദ്യം അറസ്റ്റിലായത്. പിന്നാലെ കാവ്യ എന്ന് പറയുന്ന ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് പിന്നീട് സമാനമായ കേസിൽ തന്നെ അറസ്റ്റിലായത്. ഇപ്പോഴിതാ ഇവരുടെയൊക്കെ കൂട്ടാളിയായിട്ടുള്ള ഇതേ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള നീഷ്മ കൂടി അറസ്റ്റിലാവുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ്. നീഷ്മയും ഇവിടുത്തെ അധ്യാപികയാണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഇവരും ഇതേ BRCയിലാണ്, പേരാമ്പ്ര BRCയിലാണ്. പ്രത്യേകം ഈ വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശൻ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം, ഈ മൂന്ന് അധ്യാപികമാരും MDMA പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേവലം ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ മാത്രമല്ല, അതായത് ലഹരിയുടെ പണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു എന്നത് മാത്രമല്ല വിഷയം. അതിനപ്പുറത്തേക്ക് ഈ നാടിന് മാതൃകയാകേണ്ടുന്ന അധ്യാപികമാർ ഇവർ രാസലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കേരളക്കരയൊട്ടാകെ മനുഷ്യർ ചേർന്ന് നടത്തുമ്പോൾ അതിൽ പങ്കാളികളാകേണ്ടുന്ന അധ്യാപികമാർ രാസലഹരി ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ ഒരു സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അത് വിറ്റ് പണമുണ്ടാക്കുന്ന രീതിയിലേക്ക്, അങ്ങേയറ്റം ഹീനമായ രീതിയിലേക്ക് അധ്യാപികമാർ പോകുന്നു. 3 അധ്യാപികമാർ പോകുന്നു എന്ന് പറയുന്നത് കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ അധ്യാപക സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് വടകര പോലീസിന്റെ ശക്തമായ ഇടപെടൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ഇവർ യഥേഷ്ടം ലഹരി വിൽപ്പനയും മറ്റുമൊക്കെയായി പണം സമ്പാദിച്ച് ആഡംബര ജീവിതം നയിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാരായി, മാന്യന്മാരായി ഇവർ സമൂഹത്തിൽ വിലസുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേനെ എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നു. അത്തരത്തിൽ അന്വേഷണം നടക്കുന്നു. ഇതേ BRCയിലെ പേരാമ്പ്ര BRCയിലെ മറ്റ്
അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന് ഒരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള നീഷ്മയെ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റ് 2 അധ്യാപികമാരും അവരെ പിന്നീട് ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ 2 അധ്യാപികമാർ KC കീർത്തനയും കാവ്യയും അവർ രണ്ടുപേരും റിമാൻഡിലാണ്. ഈ കേസ് അന്വേഷിക്കാൻ ഇന്നലെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫിന്റെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വടകര പോലീസ് ഇൻസ്പെക്ടർ AV ദിനേശന്റെ നേതൃത്വത്തിലുള്ള ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. ആ SIT ആണ് ഇന്നിപ്പോൾ നീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യാശിക്കാൻ കഴിയുന്നത് ഇനിയും അധ്യാപകരോ അധ്യാപികമാരൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് കഴിയുന്നത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന നാണിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് വടകരയിൽ ഈ ലഹരിക്കടത്ത് അധ്യാപികമാരുടെ ലഹരിക്കടത്ത് കേസ് മാറുന്നു. കൂടുതൽ അധ്യാപികമാർ അറസ്റ്റിലാവുന്നു എന്നുള്ള ഒരു നാണംകെട്ട ഒരു സംഭവത്തിലേക്ക് പോകുന്നു. അക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനെ അഭിനന്ദിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. ശരി, എന്തായാലും ഒരു കേസുമായി ബന്ധപ്പെട്ട 3ാമത്തെ അധ്യാപികയാണ് അറസ്റ്റിലാകുന്നത്. ഒരേ സ്കൂളിൽ നിന്നുള്ള 3ാമത്തെ അധ്യാപിക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.